ജിൽസി പറഞ്ഞതുപോലെ CPM-ന്റെ സംസ്ഥാന സമ്മേളനമാണ് തെക്കൻ ജില്ലകളിൽ നിന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലം വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുമ്പോൾ സംസ്ഥാന സമ്മേളന നഗരി പൂർണ്ണമായും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ശൂരനാട് നിന്ന് കൊടിമര ജാഥ സമ്മേളന നഗരിയിലേക്ക് എത്തും. വൈകുന്നേരം കൊടി ഉയർത്തിക്കൊണ്ട് സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും. നാളെ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിർണായകമായ സമ്മേളനം എന്ന് തന്നെ വിലയിരുത്താം. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അടക്കം പ്രായപരിധി നടപ്പിലാക്കുമ്പോൾ പ്രധാനപ്പെട്ട പല നേതാക്കളും നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടു വരും. അതെല്ലാം സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് രാഷ്ട്രീയ കേരളം എന്നുള്ളത്. CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിക്കുന്ന പല തീരുമാനങ്ങളും എടുക്കുന്ന സമ്മേളനമായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തുണ്ടായ പല നിർണായകം ആ രേഖയിൽ ഉള്ളടക്കം എന്താണ് എന്നതടക്കമുള്ള നിർണായകമായ പല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയുമൊക്കെയായി വാർത്തയായി വരും. പ്രധാനപ്പെട്ട ഒരു വാർത്ത അതാണ്. മറ്റ് ഒന്ന്, നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാനെ ഇന്നലെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇനി കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. അതിനുശേഷം തെളിവെടുപ്പ് നടത്താനുണ്ട്. 3 കേസുകളാണ് ഈ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 കേസിലും വെവ്വേറെ തെളിവെടുപ്പ് നടത്തണം. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ജനകീയമായിട്ടുള്ള പ്രതിഷേധങ്ങളടക്കം ഈ തെളിവെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർന്നേക്കും. ഇത്തരം ജാഗ്രതകളൊക്കെ പാലിച്ചുകൊണ്ട് പോലീസ് തെളിവെടുപ്പിന് ഒരുങ്ങുകയാണ്. പ്രധാനപ്പെട്ട മൂന്നാമത്തെ വാർത്ത ആശാ വർക്കർമാരുടെ സമരമാണ്. ഇന്ന് 24ാം ദിവസമാണ് രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുൻപിലുള്ളത്. അതിനിടയിലാണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ തമ്മിലുള്ള ഈ വാഗ്പ്രതിവാദങ്ങൾ ഉണ്ടാകുന്നത്. സംസ്ഥാന സർക്കാർ ആദ്യഘട്ടം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കാത്തതാണ് ആനുകൂല്യങ്ങൾ ഉയർത്തി നൽകാൻ പ്രതിസന്ധിയാകുന്നത് എന്ന വാദം മുന്നോട്ട് വെച്ചിരുന്നു. പിന്നീട് സുരേഷ് ഗോപി ഈ സമരത്തിൽ കൂടിയാണ് ഈ തർക്കങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി ചർച്ച നടത്തുന്നു. തുടർന്ന് കേന്ദ്രം ഇതിൽ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറപ്പെടുവിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഭരണപരാജയമാണ് ഇതിന് കാരണം എന്ന് വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതല്ല, 2023-24 സാമ്പത്തിക വർഷത്തിൽ ഒറ്റ തുക പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഒരു വിശദീകരണം നൽകിയത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന് മറ്റൊരു വാർത്തയുണ്ട്. കേന്ദ്രം അതിൽ മറ്റൊരു മറുപടി കൂടി നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഡൽഹി ബ്യൂറോ വിശദീകരിക്കുന്നു തോന്നുന്നു. UDF-ന്റെ ലഹരിക്കെതിരായിട്ടുള്ള ഏകദിന ഉപവാസ സമരം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലുണ്ട്. പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം പങ്കെടുക്കും. AICC ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ ഒരു ലീഗൽ നോട്ടീസ് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ, തരൂരുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുടെ തുടർച്ച എന്ന നിലയിൽ ആ കാര്യങ്ങളിലെല്ലാം ഒരു പ്രതികരണം ഒരുപക്ഷെ ആ വേദിയിൽ ഉണ്ടായേക്കും എന്ന് കരുതുന്നു. ഏതായാലും ലഹരിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രതിപക്ഷ കക്ഷികളും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ RYF-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്നും വാർത്തകളുടെ ഒരു തുടർച്ച തിരുവനന്തപുരത്തുണ്ട്. ജിൽസി.